ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കമ്മലുണ്ടാക്കിയാലോ? നമുക്ക് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടൊരു അടിപൊളി കമ്മലുണ്ടാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് കമ്മലുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തിൻ വയർ വേണം, സിൽവർ കളറിലുള്ള ഒരു തിൻ വയർ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇയർ ഹുക്ക് വേണം. 2 ഇയർ ഹുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ജംപ് റിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതൊരു പ്ലെയർ കൂടെ വേണം കേട്ടോ. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തിൻ വയർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കോപ്പർ തിൻ വയറാണ് എടുത്തിരിക്കുന്നത്. 0.5 ആണ് എൻ്റെ ഞാനെടുത്തിരിക്കുന്ന വയറിൻ്റെ സൈസ് വന്നിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു നമ്മുടെ കുറച്ചധികം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. നമുക്ക് ഈ ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഞാനൊരു 5 എണ്ണം കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോർത്ത് കൊടുത്തതിന് ശേഷം ഈ വയറിൻ്റെ ഒരറ്റം നമുക്ക് ഈ 5 എണ്ണത്തിൽ ഒരു ബീഡിൻ്റെ ഹോളിലൂടെ നമുക്കത് എടുത്തിട്ട് പുറത്തേക്ക് വലിച്ച് നല്ലപോലെ അത് വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കണം. ശേഷം നമുക്ക് ഈ ഇപ്പം നമുക്ക് 2 ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒരു വയറിൻ്റെ ഒരു സൈഡിലൂടെ നമുക്ക് 2 ബീഡ്സ് കോർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും 2 ബീഡ്സ് കോർത്ത് കൊടുക്കണം. നമുക്കൊരു ബീഡ്സിന് പകരം പേൾസൊക്കെ യൂസ് ചെയ്യാം. ബീഡ്സ് ആണെങ്കിലും പേൾസ് ആണെങ്കിലും നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള കളറിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡിലും കോർത്തെടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കോർത്തതിൻ്റെ ഉള്ളിലൂടെ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തന്നെ വയറ് എടുത്തിട്ട് അതിൻ്റെ ഹോളിലൂടെ എടുത്തിട്ട് ഇതുപോലെ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം 5 ബീഡ് കോർത്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ വയറെ എടുത്ത് ടൈറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. 2 വയറയുടെ 2 അറ്റത്തൂടെ ഇതുപോലെ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ വയറെ എടുത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ചുകൂടി തിൻ വയറാണെങ്കിൽ കുറച്ചുകൂടി നല്ലപോലെ പെട്ടെന്ന് വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇത് ഞാനെടുത്തിരിക്കുന്നതിൻ്റെ സൈസ് 0.5 ആണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി സൈസ് കുറഞ്ഞിട്ടുള്ള 0.3 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ചുകൂടി വലിയ ഇയറിംഗ് ആണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കോർത്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കോർത്ത് 5 മുത്തിൽ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ വയറൊരെണ്ണം എടുത്തിട്ട് അത് നല്ലപോലെ വലിച്ചെടുത്ത് നമുക്ക് അവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അതിനായിട്ട് ആ വയറ് 2 നല്ലപോലെ എടുത്ത് നമുക്ക് ഹുക്കിൻ്റെ നീളം അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നമുക്കത് നല്ലപോലെ പിരിച്ച് ആ ഹുക്കൊന്ന് കറക്റ്റാക്കി എടുക്കാം. പ്ലെയർ വെച്ച് യൂസ് ചെയ്ത് നമുക്കതൊന്ന് വളച്ച് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് പിരിച്ചെടുക്കാവുന്നതാണ്. ഇനി ആ ഉണ്ടാക്കിയെടുത്ത ഹുക്കിൽ നമുക്കൊരു ജംപ് റിങ് കോർത്ത് കൊടുക്കാം. ആ ജംപ് റിങ്ങിൽ തന്നെ നമുക്ക് ആ ഇയർ ഹുക്കും കൂടെ ഒന്ന്
കോർത്ത് കൊടുക്കുക. ഞാൻ ജംപ് റിങ് ഒന്ന് ടൈറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. പ്ലെയർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറച്ച് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 2 കമ്മലിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മൽ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.